ഓം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ത്രിപഞ്ചാശത്തമോധ്യായഃ 53-ാമത്തെ അധ്യായമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. രുക്മിണിയുടെ സന്ദേശം ബ്രാഹ്മണൻ വായിച്ച് കേൾപ്പിച്ചപ്പോൾ ഭഗവാൻ കൃഷ്ണൻ തന്റെ സാരഥിയായ ദാരുകനെ വരുത്തി ബ്രാഹ്മണനോടൊപ്പം രഥത്തിൽ കയറി കുണ്ടിനത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ കുണ്ടിന രാജ്യത്തിൽ രുക്മിണിയുടെ പിതാവായ ഭീഷ്മകൻ അതുപോലെ രുക്മിയും കൂടെ ചേർന്ന് വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി രാജ്യമെല്ലാം അലങ്കരിച്ചു. പുരോഹിതന്മാരെ കൊണ്ട് ക്ഷേത്രാദി പൂജകളും ഉത്സവവും എല്ലാം ചെയ്യിപ്പിച്ചു. വിധിപ്രകാരം കന്യകയെക്കുറിച്ച് മംഗളവചനം പുരോഹിതന്മാർ ചൊല്ലി. രുക്മിണി കോടി പുടവ ധരിച്ച് അണിഞ്ഞൊരുങ്ങി നിന്നു. ബ്രാഹ്മണർക്ക് സ്വർണം, വെള്ളി, വസ്ത്രങ്ങൾ, പശുക്കൾ ഇവയെല്ലാം യഥോചിതം ദാനം ചെയ്തു. വരനായ ശിശുപാലന്റെ അച്ഛനായ ദമഘോഷനും യാഗങ്ങളെല്ലാം നടത്തി. അവർ സൈന്യസമേതം കുണ്ടിനത്തിലെത്തി. രുക്മി അവരെ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥാനങ്ങളിൽ താമസിപ്പിച്ചു. കൃഷ്ണരാമന്മാർ എത്തിയാൽ അവരെ എതിർക്കാൻ എല്ലാ രാജാക്കന്മാരും തയ്യാറായി നിന്നു. ഇത്രയും ഭാഗമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ശ്രീശുകവാച വൈദർഭ്യാ സതു സന്ദേശം നിശമ്യയതു നന്ദനഃ പ്രഹൃഹ്യ പാണിനാ പാണിം പ്രഹസന്നദം അബ്രവീത്. വൈദർഭ്യാഃ സഹ തു സന്ദേശം നിശമ്യ യതു നന്ദനഃ. സഹ യതു നന്ദനഃ തു. ആ കൃഷ്ണനാകട്ടെ വൈദർഭ്യാഃ രുക്മിണിയുടെ സന്ദേശത്തെ നിശമ്യ കേട്ടിട്ട് പാണിന കൈകൾ കൊണ്ട് പാണി കൈയിനെ പ്രകൃഹ്യ ഗ്രഹിച്ചിട്ട്, അതായത് കൃഷ്ണൻ ആ സന്ദേശം വായിച്ചു കേട്ടപ്പോൾ ബ്രാഹ്മണന്റെ കയ്യിൽ പിടിച്ചു. കൈ പിടിച്ചിട്ട് ചിരിച്ചുകൊണ്ട് പ്രഹസൻ ചിരിച്ചുകൊണ്ട് ഇതിനെ അബ്രവീത് പറഞ്ഞു. അതായത് ബ്രാഹ്മണൻ സന്ദേശം വായിച്ചിട്ട് പറഞ്ഞു, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ രുക്മിണി ആത്മഹത്യ ചെയ്യുമെന്നാണ് പറഞ്ഞത്, അല്ലേ? ശരീരം ഉപേക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. പട്ടിണി കിടന്ന് ശരീരം ഉപേക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങ് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ബ്രാഹ്മണന്റെ കൈ പിടിച്ച് ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു. ശ്രീശുകവാച വൈദർഭ്യാ സതു സന്ദേശം നിശമ്യയതു നന്ദനഃ പ്രഹൃഹ്യ പാണിനാ പാണിം പ്രഹസന്നിതം അബ്രവീത്. ശ്രീ ഭഗവാൻ വാച. ശ്ലോകം 2. തഥാഹമപി തച്ചിത്തോ നിദ്രാം ച ന ലഭേ നിശി വേദാഹം രുക്മിണ ദേശാത് മമോദ്വാഹോ നിവാരിതഃ. തഥാ അഹം അപി തത് ചിത്തഃ നിദ്രാം ച ന ലേഭേ നിശി വേദ അഹം രുക്മിണ ദേശാത് മമ ഉദ്വാഹഃ നിവാരിതഃ. തഥ ഭഗവാൻ പറയാണ്, തഥ അപ്രകാരം അഹം അഭി ഞാനും തച്ചിത്തഹ അവളിൽ മനസ്സോടുകൂടിയവനായിട്ട്. അപ്പൊ അവക്ക് മാത്രമല്ല എന്നോട് സ്നേഹം, എനിക്കും അവളോട് സ്നേഹം തന്നെയാണ്. അവളോട് മനസ്സോട് കൂടിയവളായിട്ട് നിശി രാത്രിയിൽ നിദ്രാംച ഉറക്കത്തെയും ന ലേഭേ പ്രാപിക്കുന്നില്ല. എനിക്കും രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അവളുടെ ചിന്ത തന്നെ എനിക്കും. ദേശാത് വിരാതം നിമിത്തം രുക്മിണിയാൽ മമ എന്റെ ഉദ്വാഹ വിവാഹം നിവാരണം ചെയ്യപ്പെട്ടുവെന്ന് അഹം ഞാൻ വേദ അറിയുന്നു. അപ്പൊ എനിക്കും
രുക്മിണിയോട് സ്നേഹം തന്നെയാണ്. രാത്രി എനിക്ക് ഉറക്കം വരുന്നില്ല. പക്ഷേ ഈ വിവാഹത്തെ എതിർക്കുന്നത് രുക്മിണിയുടെ സഹോദരനാണെന്ന് എനിക്കറിയാം. അപ്പൊ അതിന് തടസ്സം വരുമെന്ന് വിചാരിച്ച് എനിക്ക് രാത്രി ഉറക്കമൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു ബ്രാഹ്മണനെ ആനന്ദിപ്പിച്ചു. അപ്പൊ ബ്രാഹ്മണന് സന്തോഷമാണ്. അപ്പൊ കൃഷ്ണനും താല്പര്യമുണ്ടല്ലോ. അപ്പൊ ബ്രാഹ്മണനും സന്തോഷമായി. ശ്രീ ഭഗവാനുവാച തഥാഹമപി തച്ചിത്തോ നിദ്രാം ച ലഭേ നിശി വേദാഹം രുക്മിണാ ദേശാത് മമോദ്വാഹോ നിവാരിതഃ. ശ്ലോകം 3. താം ആനയിഷ്യ ഉന്മഥ്യ രാജാന്യപസദാൻ മൃധേ മത് പരാമനവദ്യാംഗീം യേഥസോ അഗ്നി ശിഖാമിവ. താം ആനയിഷ്യ ഉന്മഥ്യ രാജന്യ അപസദാൻ മൃധേ മത് പരാം അനവദ്യാംഗീം ഏഥസഹ മത് പരാം അനവദ്യാംഗീം ഏഥസഹ അഗ്നിശിഖാം ഇവ. മത്പര എന്നിൽ അനുരക്തയും അനവദ്യാംഗി സുന്ദരിയുമായ താം അവളെ ഏഥസഹ വിറകിൽ നിന്ന് അഗ്നിശിഖാം ഇവ അഗ്നിജ്വാല എന്ന പോലെ. അപ്പൊ രണ്ട് വിറകുകൾ തമ്മിൽ കൂട്ടി ഉരസിയാൽ, അതായത് അരണി കടഞ്ഞാണ് യാഗത്തിനൊക്കെ തീ ഉണ്ടാക്കുന്നത്. അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ തീപ്പെട്ടി ഉരച്ചല്ല തീ ഉണ്ടാക്കുന്നത്. അപ്പൊ രണ്ട് അരണികൾ, രണ്ട് കഷ്ണം വിറക്, അപ്പൊ അതിനെ ഉരയ്ക്കുമ്പോൾ തീ ഉണ്ടാകും. അപ്പൊ അരണി കടഞ്ഞ് എങ്ങനെയാണ് അഗ്നി എടുക്കുന്നത്, അതുപോലെ മൃധേ യുദ്ധത്തിൽ രാജന്യ അപസദാൻ രാജാക്കന്മാരിൽ വെച്ച് ഹീനന്മാരായവരെ ഉന്മഥ്യ മതിച്ചിട്ട്, അരണിയെ എടുത്തിട്ട് അരണി കടഞ്ഞ് മതിക്കും പോലെ ഒരയ്ക്കുന്നത് പോലെ ഇവരെയൊക്കെ ഞാൻ ഉരച്ചില്ലാതാക്കും. എന്നുവെച്ചാൽ യുദ്ധം ചെയ്ത് നശിപ്പിക്കും. ആനയിഷ്യേ, എന്നിട്ട് ഞാൻ അവളെ ഇങ്ങോട്ട് രാജധാനിയിലേക്ക് കൊണ്ടുവരും. അപ്പൊ കൃഷ്ണൻ പറയണം, എങ്ങനെയാണ് അരണി കടഞ്ഞ് തീ ഉണ്ടാക്കുന്നത്, അതുപോലെ ഇവരെയൊക്കെ ഞാൻ മഥനം ചെയ്തിട്ട് രുക്മിണിയും കൊണ്ട് ഞാൻ ഇവിടെ കൊട്ടാരത്തിലേക്ക് വരും. താം ആനയിഷ്യ ഉന്മഥ്യ രാജന്യാപസദാൻ മൃധേ മത്പരാം അനവദ്യാംഗീം ഏതസോ അഗ്നിശിഖാമിവ. ശ്ലോകം 4. ശ്രീശുകവാച ഉദ്വാഹൈഋക്ഷം ച വിജ്ഞായ രുക്മിണ്യാ മധുസൂദനഃ രഥസംയുജ്യതാം ആശു ദാരുകേത്യാഹ സാരഥിം. ഉദ്വാഹ ഋക്ഷം ച വിജ്ഞായ രുക്മിണ്യാ മധുസൂദനഃ രഥഃ സംയുജ്യതാം ആശു ദാരുക ഇതി ആഹ, അതാണ് ദാരുകേത്യാഹ. ദാരുക ഇതി ആഹ സാരഥി. ഉദ്വാഹ ഋക്ഷം രുക്മിണ്യാഹ, രുക്മിണിയുടെ വിവാഹ ദിവസം. ഋക്ഷം എന്ന് വെച്ചാൽ നക്ഷത്രമാണ്, വിവാഹ നക്ഷത്രം എന്ന് വെച്ചാൽ വിവാഹ ദിവസം. മധുസൂദനക കൃഷ്ണൻ വിജ്ഞായ അറിഞ്ഞിട്ട്, അപ്പൊ വിവാഹ ദിവസം എന്നാണെന്ന് അറിഞ്ഞിട്ട് ദാരുക, ഹേ ദാരുക, പിറ്റേ ദിവസമാണ് വിവാഹം. അപ്പൊ ഇനി താമസിച്ചാൽ പറ്റുകയില്ല. ഉടനെ തന്നെ കൃഷ്ണന്റെ സാരഥിയാണ് ആര്? ദാരുകനെ വിളിച്ചു. ദാരുക രഥ തേർ ആശു വേഗം സംയുജ്യത പൂട്ടുക ഇത് എന്ന് സാരഥിയോട് ആഹാ പറഞ്ഞു. അപ്പോ രുക്മിണിയുടെ വിവാഹ ദിവസം അറിഞ്ഞിട്ട് കൃഷ്ണൻ പെട്ടെന്ന് തന്നെ ദാരുകനെ വിളിച്ചിട്ട്, ദാരുക പെട്ടെന്ന് തേര് പൂട്ടു, തയ്യാറാക്കൂ എന്ന് പറഞ്ഞു. ശ്രീശുകവാച ഉദ്വാഹൈഋക്ഷം ച വിജ്ഞായ രുക്മിണ്യാ മധുസൂദനഃ രഥസംയുജ്യതാമാശു
ദാരുഗത്യേഹ സാരഥീം. ശ്ലോകം 5. സചാശ്വൈ ശൈബ്യ സുഗ്രീവ മേഘപുഷ്പ ബലാഹകൈഹി യുക്തം രഥം ഉപാനീയ തസ്ഥൗ പ്രാഞ്ജലിർ അഗ്രതഃ. സഹ ച അശ്വൈഹി ശൈബ്യ സുഗ്രീവ മേഘ പുഷ്പ ബലാഹൈഹി യുക്തം രഥം ഉപാനീയ തസ്ഥൗ പ്രാഞ്ജലിഹി അഗ്രതഃ. സഹ ച അവനും. ഉടനെ ദാരുകൻ ശൈബ്യ. അപ്പോൾ ഭഗവാന്റെ രഥത്തിൽ പൂട്ടുന്ന 4 കുതിരകളുടെ പേരാണ് എന്തൊക്കെയാണ്? 1 ശൈബ്യൻ, 2 സുഗ്രീവൻ, 3 മേഘപുഷ്പം, 4 ബലാഹൻ. ഇത് 4 ബലാഹം, ഇത് 4മാണ്. ശൈബ്യം, സുഗ്രീവം, മേഘപുഷ്പം, ബലാഹം. കിളിയുടെ ചിറകിന് തുല്യമായ നിറമുള്ള കുതിരയ്ക്കാണ് ശൈബ്യം എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. സ്വർണം പോലെ പിങ്കള നിറമുള്ളതിന് സുഗ്രീവം, മേഘ നിറമുള്ളതിന് മേഘപുഷ്പം, വെളുത്ത നിറമുള്ളതിന് ബലാഹം എന്ന് പത്മപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ 4 കുതിരകളുടെ പേരാണ് ശൈബ്യം, സുഗ്രീവം, മേഘപുഷ്പം, ബലാഹം. അപ്പൊ അങ്ങനെ ഈ 4 കുതിരകളാൽ യോജിപ്പിക്കപ്പെട്ട രഥം, തേരിനെ ഉപാനീയ കൊണ്ടുവന്നു. ദാരുകൻ ഈ 4 കുതിരകളെ പൂട്ടിയ തേരിനെ കൊണ്ടുവന്നിട്ട് പ്രാഞ്ജലിഹി കൈകൂപ്പി നിന്ന് അഗ്രതക മുന്നിൽ തസ്ഥൗ സ്ഥിതി ചെയ്തു. കൈകൂപ്പിക്കൊണ്ട് ഭഗവാന്റെ മുന്നിൽ ദാരുകൻ നിന്നു. സചാശ്വൈ ശൈബ്യ സുഗ്രീവ മേഘപുഷ്പ ബലാഹകൈ യുക്തം രഥമുപാനീയ തസ്ഥൗ പ്രാഞ്ജലിരഗ്രതഃ. ശ്ലോകം 6. ആരുഹ്യ സ്യന്ദനം ശൗരിർ ദ്വിജമാരോപ്യ തൂർണഗൈഹി ആനർത്താത് ഏകരാത്രേണ വിദർഭാൻ അഗമത് ഹയൈഹി. ആരുഹ്യ സ്യന്ദനം ശൗരിഹി ദ്വിജം ആരോപ്യ തൂർണഗൈഹി ആനർത്താത് ഏകരാത്രേണ വിദർഭാൻ അഗമത് ഹയൈഹി. ആരുഹ്യ സന്തനം ശൗരിഹി കൃഷ്ണൻ ദ്വിജം ആരോപ്യ ബ്രാഹ്മണനെ കയറ്റിയിട്ട് രഥം കൊണ്ടുവന്നപ്പോൾ ആദ്യം ബ്രാഹ്മണനെ കയറ്റി, എന്നിട്ട് സന്തനം തേരിനെ ആരുഹ്യ, എന്നിട്ട് ഭഗവാൻ കയറിയിട്ട് ആനർത്ത രാജ്യത്തിൽ നിന്ന് ഏകരാത്രേണ ഒരു രാത്രി കൊണ്ട് തൂർണഗൈഹി പെട്ടെന്ന് തന്നെ, അതായത് വളരെ വേഗമുള്ള, തൂർണം എന്ന് വെച്ചാൽ പെട്ടെന്ന്, തൂർണഗൈഹി എന്ന് വെച്ചാൽ വളരെ വേഗമുള്ളതായ ഹയൈഹി കുതിരകളോടുകൂടി വിദർഭ രാജ്യത്തിന് അഗമ. പിറ്റേ ദിവസമാണ് രുക്മിണിയുടെ വിവാഹം. അതുകൊണ്ട് പറഞ്ഞ ഉടനെ തന്നെ ദാരുകനെ വിളിച്ച് തേര് കൊണ്ടുവന്നു, ബ്രാഹ്മണനോടൊപ്പം കയറി പെട്ടെന്ന് തന്നെ വിദർഭ രാജ്യത്തേക്ക് അല്ലെങ്കിൽ കുണ്ടിനത്തിലേക്ക് പുറപ്പെട്ടു. ആരുഹ്യ സന്തനം ശൗരീർ ദ്വിജമാരോപ്യ തൂർണഗൈഹി ആനർത്താദേകരാത്രേണ വിദർഭാനഗമത് ഹയൈഹി. ശ്ലോകം 7. രാജാസ കുണ്ടിനപതി പുത്രസ്നേഹവശം ഗതഃ ശിശുപാലായ സ്വാം കന്യാം ദാസ്യൻ കർമാണ്യകാരയത്. രാജാ സഹ കുണ്ടിനപതി പുത്രസ്നേഹവശം ഗതഃ ശിശുപാലായ സ്വാം കന്യാം ദാസ്യൻ കർമാണി അകാരയത്. പുത്രസ്നേഹവശം ഗതഃ പുത്രസ്നേഹത്തിന് അധീനനും കുണ്ടിനഹ പതി കുണ്ടിനങ്ങളുടെ അധിപതിയുമായ സഹരാജ ആ രാജാവ് സ്വാം കന്യ തൻ്റെ പുത്രിയെ ശിശുപാലനായിക്കൊണ്ട് ദാസ്യൻ ദാനം ചെയ്യാൻ ഒരുങ്ങിയവനായി കർമ്മങ്ങളെ അകാരെ ചെയ്യിപ്പിച്ചു. അപ്പൊ ഭീഷ്മകന്
പുത്രിയുടെ ഇഷ്ടം അനുസരിച്ച് കൃഷ്ണന് കൊടുക്കണമെന്നുണ്ട്. പക്ഷെ തൻ്റെ മകനായ രുക്മിയുടെ ഇഷ്ടം നിഷേധിക്കാനും കഴിയുകയില്ല. അങ്ങനെ പുത്രസ്നേഹത്തിന് വശംവദനായി ശിശുപാലന് തന്നെ കൊടുക്കാൻ അദ്ദേഹവും നിശ്ചയിച്ചു, ഭീഷ്മകനും നിശ്ചയിച്ചു. അപ്പൊ അങ്ങനെ രാജാവ് സ്വാം കന്യം തന്റെ പുത്രിയെ ശിശുപാലനായിക്കൊണ്ട് ദാനം ചെയ്യാൻ ഒരുങ്ങിയായിട്ട് കർമ്മങ്ങളെ ചെയ്യിപ്പിച്ചു. എന്നുവെച്ചാൽ പട്ടണങ്ങളെല്ലാം കല്യാണം, വിവാഹമല്ലേ, രാജാവിന്റെ മകളുടെ വിവാഹമല്ലേ, പട്ടണങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ അലങ്കാരം ചെയ്തു. ക്ഷേത്രാദികൾ, പൂജ, ഉത്സവം മുതലായവയും പുരോഹിതന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. രാജാസകുണ്ടിനപതി പുത്രസ്നേഹവശം ഗതഃ ശിശുപാലായ സ്വാം കന്യാം ദാസ്യൻ കർമാണ്യകാരയത്. ശ്ലോകം 8, 9. അതായത് ആ പുരം അലങ്കരിച്ചത് എങ്ങനെയെന്നുള്ളത്. പുരം സംമൃഷ്ട സംസിക്ത മാർഗരത്യാ ചതുഷ്പദം ചിത്രധ്വജ പതാകാഭി തോരണൈ സമലങ്കൃതം ഷഡ്ഗന്ധമാല്യാഭരണൈർ വിരജോ അംബരഭൂഷിതൈഃ ജുഷ്ടം സ്ത്രീ പുരുഷൈ ശ്രീമദ് ഗൃഹൈർ അഗരുധൂപിതൈഃ പുരം സംമൃഷ്ട സംസിക്ത മാർഗരത്യാ ചതുഷ്പദം. പുരം രാജധാനി, ആ വിദർഭ രാജധാനി അല്ലെങ്കിൽ ആ കുണ്ടിനപുരം രാജധാനി നിൽക്കുന്ന പട്ടണത്തെ സംമൃഷ്ട സംസിക്ത മാർഗ, സംസിക്തം നന്നായി അടിച്ച് തളിക്കപ്പെട്ട വഴികളും പാതകളും, അതായത് ആ സ്ഥലങ്ങളെല്ലാം നല്ലവണ്ണം അഴുക്കൊക്കെ നീക്കി കഴുകി സൗരഭ്യം 4 പാടും വീശുവാൻ തക്കവണ്ണം ചന്ദനം തുടങ്ങിയ സുഗന്ധ ദ്രവ്യങ്ങൾ കലക്കിയ വെള്ളം കൊണ്ട് എല്ലാ തെരുവുകളും മാർഗങ്ങളും എല്ലാം നനച്ചു. എല്ലാ പാതകളും നന്നായി അടിച്ചു തളിച്ച് ഉള്ള വഴി പാതകൾ. മാർഗരത്യ ചതുഷ്പദം, അതായത് 4 ഭാഗത്തും വഴിയുള്ളതാണ് ചതുഷ്പദം എന്ന് പറയുന്നത്. 4 കൂടിയ വീതികളോട് കൂടിയതായിട്ട് കാരമാസ ചെയ്യിപ്പിച്ചു. അപ്പോൾ എല്ലാ വഴികളിലും നല്ല തൂത്ത് വൃത്തിയാക്കി ചന്ദന സൗരഭ്യം ഒക്കെ ഉള്ള സുഗന്ധദ്രവ്യങ്ങൾ കലക്കി വെള്ളം കൊണ്ട് എല്ലായിടത്തും തളിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ചിത്രധ്വജ പതാക, പിന്നെ അലങ്കരിച്ചു. ചിത്രധ്വജ പതാകാഭി, നമ്മളായിരുന്നാലും ഉത്സവത്തിനും അല്ലെങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ വീടൊക്കെ അലങ്കരിക്കുമല്ലോ, അതുപോലെ തന്നെ നാനാ നിറത്തിലുള്ള, പിന്നെ രാജാവിൻ്റെതായതുകൊണ്ട് കുറെ കൂടെ അലങ്കാരം കൂടും. നാനാ നിറത്തിലുള്ള ധ്വജങ്ങളിൽ, കൊടികളിൽ കെട്ടിയ കൊടിക്കൂറകൾ, നാനാതരത്തില് പേപ്പർ കടലാസുകൾ കൊണ്ടും തുണികൾ കൊണ്ടും ഒക്കെ തോരണങ്ങളും കൊടികളും ഒക്കെ കെട്ടി അലങ്കരിച്ചു. സമലങ്കൃത, നന്നായി അലങ്കരിക്കപ്പെട്ടും ഷഡ്ഗന്ധ മാല്യ ആഭരണൈഹി, 9ാമത്തെ ശ്ലോകമാണ്. ഷൃഗ് മാല, ഗന്ധം ചന്ദനം, മാല്യ പുഷ്പങ്ങൾ, ആഭരണങ്ങൾ ഇവയോട് കൂടിയതും പിന്നെയോ വിരജോ അംബരഭൂഷിതൈ, വെളുത്ത വസ്ത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവരുമായ സ്ത്രീ പുരുഷൈഹി, സ്ത്രീകളാലും പുരുഷന്മാരും. അപ്പൊ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം കുളിച്ച് നല്ല വേഷമൊക്കെ ധരിച്ച്, വിശേഷ വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, നല്ല ആഭരണങ്ങളൊക്കെ ധരിച്ച് സ്ത്രീകളും പുരുഷന്മാരും കാണപ്പെട്ടു. അഗരുധൂപിതൈ, അഗരു സുഗന്ധദ്രവ്യമാണ്. അപ്പൊ അങ്ങനെ ഉള്ള അഗരു ഒക്കെയുള്ള സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ ശ്രീമദ് ഗൃഹ, ശോഭയുള്ള ഭവനങ്ങളാലും അഗരു തുടങ്ങിയ ശാമ്പ്രാണിക്കട്ട ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം പുകച്ചുകൊണ്ടിരുന്നു. അപ്പൊ എല്ലായിടത്തും സൗരഭ്യം പരന്നിരുന്നു. ശ്രീമദ് ഗൃഹം, അങ്ങനെ ശോഭമുള്ള ഗൃഹങ്ങളാലും ആശ്രയിക്കപ്പെട്ടതുമായ ആ രാജധാനി. അപ്പോൾ എല്ലായിടവും അലങ്കരിച്ച്, സ്ത്രീകളും പുരുഷന്മാരും അലങ്കരിച്ച്, എല്ലായിടത്തും എല്ലാ വീതികളും നല്ലവണ്ണം സുഗന്ധദ്രവ്യങ്ങളൊക്കെ തളിച്ചു. അതുപോലെ തന്നെ അകര് തുടങ്ങിയ
ശാമ്പ്രാണി തുടങ്ങിയവയെല്ലാം പുകച്ച് എല്ലായിടവും സൗരഭ്യം നിറഞ്ഞ ആ പുരം, അങ്ങനെയുള്ള ആ കുണ്ടിനത്തെയാണ് ഇവർ ചെന്നപ്പോൾ കണ്ടത്. പുരം സംപൃഷ്ട സംസിക്ത മാർഗരഥ്യ ചതുഷ്പദം ചിത്രധ്വജ പതാകാഭി സ്തോരണൈ സമലങ്കൃതം ഷഡ്ഗന്ധമാല്യാഭരണൈർ വിരജോ അംബരഭൂഷിതൈഃ ജുഷ്ടം സ്ത്രീപുരുഷൈ ശ്രീമദ് ഗൃഹൈർ അഗരുധൂപിതൈഃ. ശ്ലോകം 10. പിതॄൻ ദേവാൻ സമഭ്യർച്ച്യ വിപ്രാഞ്ച വിധിവത് നൃപ ഭോജയിത്വാ യഥാ ന്യായം വാചയാമാസ മംഗളം. പിതൃൻ പിതൃക്കളെയും അപ്പോൾ എല്ലാവരെയും അവരാദരിക്കും. വിവാഹ ദിവസമല്ലേ, രാജാവിനാലും ജനങ്ങളാലും ഒരുപോലെ ആദരിക്കപ്പെട്ടിരുന്ന ആ കല്യാണ ദിവസം പിതൃക്കളെയും ദേവന്മാരെയും സമഭ്യർച്ച വേണ്ട വിധം പൂജിച്ചിട്ട് നിർവാഹയ രാജാവെ വിപ്രാൻ ബ്രാഹ്മണരെ വിധിപൂർവം യഥാന്യായം ന്യായപ്രകാരം ഭോജയിത്വ ഭുജിപ്പിച്ചിട്ട് ബ്രാഹ്മണർക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് മംഗളത്തെ വാചയാമാസ പറയിപ്പിച്ചു. അപ്പോൾ കന്യയെക്കുറിച്ച് നല്ല മംഗളവാചകങ്ങളൊക്കെ ബ്രാഹ്മണർ പറഞ്ഞു. ബ്രാഹ്മണർക്ക് ഭോജനം കൊടുത്തു. എന്നിട്ട് അവർക്ക് യഥായോഗ്യം ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ട് ബ്രാഹ്മണ പുരോഹിതന്മാർ കന്യയ്ക്ക് മംഗളം പറഞ്ഞു. പിതൃൻ ദേവാൻ സമഭ്യർച്ച്യ വിപ്രാഞ്ച വിധിവത് നൃപ ഭോജയിത്വാ യഥാ ന്യായം വാചയാമാസ മംഗളം. ശ്ലോകം 11. സുസ്നാദാം സുദതീം കന്യാം കൃതകൗതുകമംഗളാം അഹതാംശുക യുഗ്മേന ഭൂഷിതാം ഭൂഷണോത്തമൈഃ. സുസ്നാതാം വേണ്ടവിധം സ്നാനം ചെയ്തവളും, അതായത് രുക്മിണി നല്ലവണ്ണം കുളിച്ച്, സുദതി ശോഭനമായ പല്ലുകളോട് കൂടിയവളും, രുക്മിണിയുടെ സൗന്ദര്യം പറയുകയാണ്. കൃത കൗതുക മംഗളാം ചെയ്യപ്പെട്ട കൗതുകം എന്ന പേരായ മംഗളത്തോടു കൂടി, അതായത് ബ്രാഹ്മണരൊക്കെ മംഗളം പറഞ്ഞെന്ന് പറഞ്ഞല്ലോ. അഹതാംശുക യുഗ്മേന കോടിപ്പുടവ ഒക്കെ അണിഞ്ഞ് ഭൂഷണോ ഉത്തമൈഹി ഉത്തമമായ അലങ്കാരങ്ങൾ കൊണ്ടും ഭൂഷിത അലങ്കരിക്കപ്പെട്ടവളുമായ കന്യകയെക്കുറിച്ച് മംഗളം വാചയാമാസ പറയിപ്പിച്ചു. അപ്പോൾ രുക്മിണി നല്ലവണ്ണം അലങ്കരിച്ച് കോടിപ്പുടവയൊക്കെ ധരിച്ച് ബ്രാഹ്മണരെ കൊണ്ട് രുക്മിണിക്ക് മംഗളം പറയിപ്പിച്ചു. സുസ്നാദാം സുദതീം കന്യാം കൃതകൗതുക മംഗളാം അഹതാംശുകയുഗ്മേന ഭൂഷിതാം ഭൂഷണോത്തമൈഃ. ശ്ലോകം 12. ചക്രോ സാമൈർഗജുർമന്ത്രൈർ വധ്വാ രക്ഷാം ദ്വിജോത്തമാഃ പുരോഹിതോ അഥർവ വിദ്വൈ ജുഹാവ ഗ്രഹശാന്തയേ. ചക്രുഹു സാമ ഇർഗ് യജുഹു മന്ത്രൈഃ വധ്വാ രക്ഷാം ദ്വിജോത്തമാഃ പുരോഹിതഃ അഥർവ വിദ് വൈ ജുഹാവ ഗ്രഹശാന്തയെ. ദ്വിജോത്തമാഃ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ സാമ ഇർഗ് യജുമന്ത്രൈ, സാമം ഋഗ്വേദം സാമവേദം യജുർവേദം എന്നീ വേദങ്ങളുള്ള മന്ത്രങ്ങൾ കൊണ്ട് വധ്വ കന്യകയുടെ രക്ഷയെ ചക്രു ചെയ്തു. ഇപ്പൊ സാമവേദത്തിലും ഋഗ്വേദത്തിലും യജുർവേദത്തിലുമുള്ള മന്ത്രങ്ങൾ കൊണ്ട് കന്യകയുടെ രുക്മിണിയുടെ രക്ഷ ചെയ്തു. അഥർവവേദം അറിയുന്ന പുരോഹിതൻ എന്ത് ചെയ്തു? ഗ്രഹശാന്തിക്കായിക്കൊണ്ട് ജുഹാവ ഹോമിച്ചു. അപ്പൊ വേദങ്ങളിലും സ്മൃതികളിലും വിധിച്ചിരിക്കുന്ന സത്കർമ്മങ്ങളെല്ലാം യഥാവിധം ചെയ്തു. ചക്രോ സാമൈർഗജുർമന്ത്രൈർ വധ്വാ രക്ഷാം ദ്വിജോത്തമാഃ പുരോഹിതോ അഥർവവിദ് വൈ ജുഹാവ ഗ്രഹശാന്തയേ. ശ്ലോകം 13. ഹിരണ്യരൂപ്യ വാസാംസി തിലാം ച
ഗുഢമിശ്രിതാൻ പ്രാതാത്തേനുശ്ച വിപ്രേഭ്യോ രാജാ വിധിവിതാംബരഃ ഹിരണ്യരൂപ്യ വാസാംസി തിലാം ച ഗുഢമിശ്രിതാൻ പ്രാതാത്തേനുഃ ച വിപ്രേഭ്യഃ രാജാ വിധിവിതാംബരഃ. വിധിവിതാംബരഃ ശാസ്ത്രക്രമങ്ങൾ അറിയുന്നവരിൽ വെച്ച് ശ്രേഷ്ഠനായ രാജാവ്. രാജാവിന് ശാസ്ത്രക്രമങ്ങളെല്ലാം ശരിയായ രീതിയിൽ അറിയാം. അങ്ങനെയുള്ള ഭീഷ്മക രാജാവ് വിപ്രേഭ്യ ബ്രാഹ്മണർക്കായിക്കൊണ്ട് ഹിരണ്യരൂപ്യ വാസാംശി, ഹിരണ്യം എന്ന് വെച്ചാൽ സ്വർണം, രൂപ്യ വെള്ളി, വാസാംശി വസ്ത്രം. അപ്പോൾ ബ്രാഹ്മണർക്ക് സ്വർണം, വെള്ളി, വസ്ത്രങ്ങൾ ഇവയെല്ലാം ഗുഢമിശ്രിതാൻ ശർക്കരയോട് കലർന്നിട്ടുള്ള തിലാഞ്ച തിലങ്ങളെയും എള്ള്. അപ്പോൾ ഇതിലിങ്ങനെ വരുമ്പോൾ കൂമ്പാരം കൂട്ടി എള്ള് കൊടുക്കും. അപ്പൊ ശർക്കര കലർത്തി ആ എള്ള് ധേനുഹു പശുക്കളെയും ദാനം ചെയ്തു. അപ്പൊ ബ്രാഹ്മണർക്ക് യഥോചിതം സ്വർണം, വെള്ളി, വസ്ത്രങ്ങൾ, പശുക്കള്, തിലം, എള്ള് ഇതൊക്കെ ദാനം ചെയ്തു. ഹിരണ്യരൂപ്യവാസാംസി തിലാം ച ഗുഢമിശ്രിതാൻ പ്രാതാത്തേനുശ്ച വിപ്രേഭ്യോ രാജാ വിധിവിതാംബരഃ. ശ്ലോകം 14. ഏവം ചേതിപതി രാജാ ദമഘോഷസുതായ വൈ കാരയാമാസ മന്ത്രജ്ഞൈ സർവം അഭ്യുദയോചിതം. ഏവം ചേതിപതി രാജാ ദമഘോഷഃ സുതായ വൈ കാരയാമാസ മന്ത്രജ്ഞൈഃ സർവം അഭ്യുദയോ ഉചിതം. ഏവം ഇപ്രകാരം ചേതിപതി ചേതി രാജ്യത്തിന്റെ അധിപനായ ദമഘോഷഃ രാജ, ദമഘോഷൻ എന്ന രാജാവ് സുതായ പുത്രനായ, അതായത് ശിശുപാലനായിക്കൊണ്ട് അഭ്യുദയോചിതം അഭ്യുദയത്തിന് ഉചിതമായ പുത്രന്റെ നന്മയ്ക്ക് വേണ്ടി സർവം എല്ലാം മന്ത്രജ്ഞന്മാരെ കൊണ്ട് കാരയാമാസ ചെയ്യിപ്പിച്ചു. അപ്പൊ ഇവിടെ ഭീഷ്മകൻ ചെയ്തതുപോലെ തന്നെ ദമഘോഷൻ, ശിശുപാലന്റെ അച്ഛനാണ് ദമഘോഷൻ, ദമഘോഷനും പുത്രന് വേണ്ടി എല്ലാ മന്ത്രങ്ങളും ബ്രാഹ്മണരെ കൊണ്ട് യാഗങ്ങളും പുത്രന്റെ നല്ലതിനു വേണ്ടി എല്ലാ കർമ്മങ്ങളും ചെയ്യിപ്പിച്ചു. ഏവം ചേതുപതി രാജ ദമഘോഷാസുതായ വൈ കാരയാമാസ മന്ത്രജ്ഞൈ സർവം അഭ്യുദയോചിതം. ശ്ലോകം 15. മതച്യുദ്ഭിർ ഗജാനീകൈ സന്തനൈർഹേമമാലിഭിഃ പത്യശ്ച സങ്കുലൈ സൈന്യൈ പരീത കുണ്ടിനം യയൗ. മത് അച്യുദ്ഭിഃ മതച്യുതിഭിഃ മതം എന്ന് പറഞ്ഞാൽ മതം തന്നെ, മതം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആനയ്ക്ക് മതം വരൂല്ലേ, അതാണ് ഇവിടെ മതച്യുതിഭി എന്ന് പറയുന്നത്. മതം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗജാനികൈ ആനപ്പടകളാലും, എന്നുവെച്ചാൽ ഭയങ്കര വലിയ ആനകള്, മതമൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആനകള്. സെന്തനൈർ ഹേമമാലിനിഭി ഹേമമാലിഭി സന്തനൈ സ്വർണമാലകളോടുകൂടിയ രഥങ്ങളാലും പത്യ അശ്വസങ്കുലൈ പത്തികൾ കാലാൾപ്പടകൾ, കുതിരകൾ, കുതിരകൾ ഇവയോട് കലർന്നിരിക്കുന്ന സൈന്യ അതായത് ആന, കുതിര, കാലാൾപ്പട ആയിട്ടുള്ള സൈന്യങ്ങൾ പരീത ചുറ്റപ്പെട്ടവനായി കുണ്ടിനത്തെ യയൗ യാനം ചെയ്തു, കുണ്ടിനത്തിലേക്ക് വന്നു. ഇപ്പൊ ചേതി രാജ്യത്തിൽ നിന്ന് ഭീഷ്മകന്റെ രാജ്യമായ കുണ്ടിനത്തിലേക്ക് ശിശുപാലനും കൂട്ടരും അവരുടെ ആന, തേർ, കാലാൾ, കുതിരാപ്പടയുമായിട്ട് എത്തി. അത് മതം പൊട്ടി അഹങ്കരിച്ചിരിക്കുന്ന, കണ്ടവരെ എല്ലാം ഉപദ്രവിക്കാൻ സമർത്ഥനായ ആനകളെയാണ് കൊണ്ടുവന്നത്. അതിന് ഐശ്വര്യം കാണിക്കാൻ ആനകൾക്കെല്ലാം സ്വർണ്ണ ചങ്ങല മാലയായിട്ട് ഒക്കെ ഇട്ടിട്ടുണ്ട്, തേരുകളിൽ സ്വർണ്ണ മാലകൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ശിശുപാലനും ദമഘോഷനും സൈന്യങ്ങളും കുണ്ടിനത്തിൽ വന്നു ചേർന്നു. മതച്യുദ്ഭിർ ഗജാനീകൈ സന്തനൈർഹേമമാലിഭിഃ പത്യശ്ച സങ്കുലൈ സൈന്യൈ പരീത കുണ്ടിനം യയൗ.
ശ്ലോകം 16. തം വൈ വിദർഭാധിപതി സമഭേത്യാഭിപൂജ്യ ച നിവേശയാമാസ മുദാ കൽപ്പിതാന്യ നിവേശനേ. തം വൈ വിദർഭാധിപതി, തം അവനെ, വൈ പ്രസിദ്ധനായ വിദർഭാധിപതി വിദർഭ രാജാവ്, സമഭേത്യ എതിരേറ്റ് ഗമിച്ചിട്ട്, അവനെ ആരെ, ശിശുപാലനെ, അതായത് മകളുടെ ഭർത്താവാകാൻ പോകുന്ന ആളല്ലേ, അപ്പോൾ എതിരേറ്റ് അഭിപൂജ്യ വേണ്ടും വിധം പൂജിച്ചിട്ട്, മുത സന്തോഷത്തോടുകൂടി, കൽപ്പിതാന്യ നിവേശനെ നിശ്ചയിച്ചിട്ടുള്ളതിൽ നിന്ന് അന്യമായ മറ്റൊരു സ്ഥലത്തിൽ നിവേശയാമാസ പ്രവേശിപ്പിച്ചു. അപ്പോൾ ഇവിടെ രാജധാനിയിലല്ല, വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇവരെ താമസിപ്പിച്ചു. രാജധാനിയിൽ നിന്ന് വേറിട്ടതായ അന്യസ്ഥാനത്തിൽ കൊണ്ട് രുക്മിയാണ് ഇവരെയൊക്കെ സ്വീകരിച്ച് കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ രാജധാനിയിൽ പോലും പാർക്കാൻ അർഹതയില്ലാത്തവരാണ്. രാജധാനിയിലല്ല പാർപ്പിച്ചത്, അതിൽ നിന്ന് അന്യമായ ഒരു സ്ഥലത്താണ് പാർപ്പിച്ചിരുന്നത്. ആര്? ശിശുപാലനെയും ദമഘോഷനെയും അവരുടെ സൈന്യങ്ങളെയും. തം വൈ വിദർഭാധിപതി സമഭേത്യാഭിപൂജ്യ ച നിവേശയാമാസ മുദാ കൽപ്പിതാന്യ നിവേശനേ. ശ്ലോകം 17. തത്ര ശാല്യോ ജരാസന്ധോ ദന്തവക്ത്രോ വിദൂരതഃ ആജഗ്മുശ്ചൈത്യപക്ഷീയ പൗണ്ഡ്രകാദ്യാസഹസ്രശാം. പിന്നെ അവരെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. ആരൊക്കെയാണ്? തത്ര അവിടെ ശാല്യോക ശാല്വൻ, ജരാസന്ധൻ, ദന്തവക്ത്രൻ, വിദൂരതൻ, ചൈത്യപക്ഷിയ ശിശുപാലന്റെ പക്ഷക്കാരായ പൗണ്ഡ്രകൻ മുതലായ സഹസ്രഹ അനേകം പേർ ആ ജഗ്മു ആഗമിച്ചു. ഇപ്പൊ ശിശുപാലന്റെ പക്ഷക്കാരായ കുറേ രാജാക്കന്മാർ അവിടെ വന്നു. പൗണ്ഡ്രകൻ, ശാല്യൻ, വിദൂരതൻ, ദന്തവക്ത്രൻ തുടങ്ങിയവരെല്ലാം അവിടെ എത്തിച്ചേർന്നു. തത്ര ശാല്യോ ജരാസന്ധോ ദന്തവക്ത്രോ വിദൂരതഃ ആജഗ്മു ചൈത്യപക്ഷീയ പൗണ്ഡ്രകാദ്യാസഹസ്രശ. ശ്ലോകം 18. കൃഷ്ണരാമദിശോ യത്ത കന്യാം ചൈദ്യായ സാധിതും യദ്യാഗത്യ ഹരേത് കൃഷ്ണോ രാമാദേയതുഭിർവൃതാം. കൃഷ്ണ രാമ ദിശ, കൃഷ്ണനെയും രാമനെയും ദേഷിക്കുന്ന എല്ലാ രാജാക്കന്മാരും സർവേ ഭൂപൂജ, അത് അടുത്ത 19ാമത്തേലാണ് കിടക്കുന്നത്. സർവേ ഭൂപൂജ എന്ന് കിടക്കുന്നത്. രാമാദ്യേ, രാമൻ മുതലായ യദുക്കളാൽ വൃത ചുറ്റപ്പെട്ടവരായി കൃഷ്ണൻ ആഗമിച്ചിട്ട് കന്യയെ ഹരേതി ഹരിക്കുമെങ്കിൽ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ വന്ന എന്തിനാണ്? ഇനി കൃഷ്ണനും രാമനും കൂടെ വന്ന് കന്യയെ ഹരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാണ് വന്നത്. ബാക്കി അടുത്ത വരിയിലാണ് യോസ്യാമ സംഹതാസ്തേന ഇതി നിശ്ചിത മാനസ ആജഗ്മുർഭൂഭുജ സർവേ സമഗ്രബലവാഹന. യോസ്യാമഹ സംഹത തേന, സംഘം ചേർന്നവരായിട്ട് തേന അവനോടുകൂടി യോസ്യയാമ നമ്മൾ യുദ്ധം ചെയ്യണം. അപ്പൊ കൃഷ്ണനും ബലരാമനും വന്നാൽ നമ്മൾ ചേർന്ന് യുദ്ധം ചെയ്യണം. ഇത് എന്ന് നിശ്ചിത മാനസ ഉറച്ച മനസ്സോട് കൂടിയവരായിട്ട് എത്താഹ ഒരുങ്ങിയവരായിട്ട്, എത്താഹ എന്നുള്ള 18ാമത്തെ വരിയിലാണ് കിടക്കുന്നത്. കൃഷ്ണരാമദിശോ എത്താഹ ഒരുങ്ങിയവരായി സമഗ്ര ബലവാഹന പൂർണ്ണ സൈന്യം വാഹനം ഇവയോട് കൂടിയവരായി കന്യാം, അതും 18ാമത്തേലാണ് കിടക്കുന്നത്. എത്താ കന്യാം, കന്യകയെ ചൈദ്യായ 18 ശിശുപാലനായിക്കൊണ്ട് സാധിപ്പിക്കാനായിക്കൊണ്ട് ആ ജഗ്മു ആഗമിച്ചു. അപ്പോൾ ശിശുപാലനെ കൊണ്ട് കന്യകയെ വിവാഹം ചെയ്യിപ്പിക്കണം, ഇനി എതിർത്ത് രാമകൃഷ്ണന്മാർ വന്നാൽ അവരെ ആക്രമിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്
ശിശുപാലന്റെ പക്ഷക്കാരായ കുറെ രാജാക്കന്മാർ ഈ സൈന്യങ്ങളെയും കൊണ്ടുവന്നത്. 18, 19 കൂടെ വായിക്കാം. കൃഷ്ണരാമദിശോ യത്താ കന്യാം ചൈദ്യായ സാധിതും യദ്യാഗത്യ ഹരേത് കൃഷ്ണോ രാമാദേരതുഭിർവൃത യോസ്യാമ്യ സംഹതാസ്തേന ഇത് നിശ്ചിതമാനസാഹ ആജഗ്മുർഭൂഭുജ സർവേ സമഗ്രബലവാഹനാഹ. ശ്ലോകം 20. ശുദ്ധേതത് ഭഗവാൻ രാമോ വിവക്ഷീയ നൃപോദ്യമം കൃഷ്ണം ചൈകം ഗതം ഹർത്തും കന്യാം കലഹശങ്കിതഃ. ശുത്വാ ഏതത്, അതാണ് ശുത്വേതത്. ശുത്വാ ഏതത് ഭഗവാൻ രാമഃ വിവക്ഷീയ നൃപ ഉദ്യമം കൃഷ്ണം ച ഏകം ഗതം ഹർത്തും കന്യാം കലഹശങ്കിതഃ. ഭഗവാൻ രാമഃ, ഭഗവാൻ രാമൻ, ഐശ്വര്യാതിപൂർണനായ ഭഗവാൻ ബലരാമൻ, ഏതത് വിവക്ഷീയ നൃപോദ്യമ, ശത്രുരാജാക്കന്മാരുടെ ഈ പരിശ്രമത്തെയും കന്യാം, കന്യകയെ ഹർത്തും, ഹരിക്കാനായിക്കൊണ്ട്, ഏകം, ഒരുവനായിട്ട്, ഗതം, പോയിരിക്കുന്ന, കൃഷ്ണം, കൃഷ്ണനെയും ശുദ്ധ്വ, കേട്ടിട്ട്, കലഹശങ്കിത, കലഹത്തെ ശങ്കിച്ചവനായിട്ടാണ് ഇങ്ങനെ എല്ലാവരെയും കൊണ്ടുവന്നത്. അതായത് ഭഗവാൻ ബലരാമൻ കന്യകയെ അപഹരിക്കാൻ കൃഷ്ണൻ ഏകനായിട്ട് പോയിട്ടുണ്ടെന്നും ശത്രു രാജാക്കന്മാർ ആ അവസരത്തിൽ യുദ്ധത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം ചെയ്തിരിക്കുന്നുവെന്നും കേട്ടപ്പോൾ കലഹമുണ്ടാകുമെന്ന് ബലരാമൻ വിചാരിച്ചു. അപ്പൊ കൃഷ്ണൻ വന്നത് ബലരാമനെ കൂട്ടാതെയാണ്. സന്ദേശം കേട്ട ഉടനെ തന്നെ ദാരികനോട് തേര് പൂട്ടാൻ പറഞ്ഞു. ഉടനെ തന്നെ ബ്രാഹ്മണനെയും കയറ്റി ഇങ്ങ് പോരുകയാണ്. ഇത് കൃഷ്ണൻ അറിഞ്ഞു, അല്ല ബലരാമൻ അറിഞ്ഞു. അപ്പൊ ബലരാമൻ വിചാരിച്ചു കൃഷ്ണൻ ചെന്ന് അപഹരിക്കൂ, ഇപ്പോ ശിശുപാലന് കൊടുക്കാനല്ലേ വെച്ചിരിക്കുന്നു, അപ്പൊ എന്തായാലും അവിടെ പ്രശ്നമുണ്ടാകും, കലഹമുണ്ടാകും, അല്ലെങ്കിൽ യുദ്ധമുണ്ടാകും എന്ന് ശങ്കിച്ചു. അപ്പൊ ശത്രു രാജാക്കന്മാർ അവസരത്തിൽ യുദ്ധത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്തിരിക്കുന്നുവെന്നും എല്ലാം അറിഞ്ഞു. ഇപ്പൊ ശിശുപാലന്റെ ആൾക്കാർ ഒരുപാട് രാജാക്കന്മാർ വന്നല്ലോ, ശത്രു രാജാക്കന്മാർ. ഇതെന്തിനാണ് വന്നത്? കൃഷ്ണൻ വന്നാൽ കൃഷ്ണനെ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടിയാണ്. ചിലപ്പോൾ കൃഷ്ണൻ അപഹരിച്ചു പോകുമെന്ന്, കൊണ്ടുപോകുന്നുള്ള ഒരു കിംവദന്തിയൊക്കെ പരന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ബലരാമൻ ഇതറിഞ്ഞപ്പോൾ ബലരാമൻ അങ്ങോട്ട് പുറപ്പെടാൻ തയ്യാറാവുകയാണ്. ആ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.